ഈ വിരുന്ന് വഴി ടേസ്റ്റ് ചെയ്യും. കുഷ്ഠരോഗി കർത്താവിലേക്ക് പോകും. എല്ലാം മർമ്മങ്ങളത്. കുഷ്ഠരോഗി കർത്താവിലേക്ക് പോകും. എനിക്ക് മനസ്സുണ്ടായിട്ട് സൗഖ്യമാകാം. കർത്താവ് സൗഖ്യമാക്കിയിട്ട് അവനോട് എന്താ പറഞ്ഞു? ഇതേ പറ എന്താ പറഞ്ഞു? നീ കൂടി പുരോഹിതന് നിന്നെ തന്നെ കാണിച്ച് മോശ പറഞ്ഞ വഴിപാട് എത്തിക്കുക. ഞാൻ എപ്പോഴും പറയും, നടുവിന് വേദന മാറി, അല്ലെങ്കിൽ ചെറിയൊരു പെയിൻ ഉണ്ടായിരുന്നു, പക്ഷേ മാറി വന്നപ്പോൾ തലവേദന എന്തൊന്നും ഡോക്ടറെ എടുക്കാൻ പോകണ്ട. നല്ല മുറക്കൽ നടന്നാൽ ഞാൻ പറയും ഡോക്ടറെ പോയി കണ്ണ് ടെസ്റ്റ് കണ്ടിട്ട് വന്നിട്ട് കണ്ണ് കാണാമെന്ന് പറയുന്ന ഒരു ടെസ്റ്റ് കിട്ടുക. ഞാനത് പറയാൻ കാരണം എബോവ് 60 ഉള്ളേക്ക് രാമേ പറയും. ഞാൻ അടുത്ത പ്രൈവറ്റ് ടെസ്റ്റ് വേണ്ടി കണ്ണ് ടെസ്റ്റ് ചെയ്യാൻ അപ്പോൾ 2 കണ്ണ് നോക്കിയിട്ട് കുഴപ്പമൊന്നുമില്ല. ഒരു കുഴപ്പമൊന്നെന്ന് പറഞ്ഞെങ്കിൽ എൻ്റെ സൗഖ്യം ക്ലിയർ അല്ല. ഒന്നും വേണ്ട പൊക്കളാം, ഒരു ലെൻസുമാണ് ദൈവത്തെ സ്തുതിച്ചാൽ. കാരണം വർഷങ്ങൾക്കും എൻ്റെ അകത്ത് കിടക്കുന്നൊരു വചനമാണ്. യേശുവിനെ മരിച്ചവനെ ഉറപ്പിച്ച എൻ്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നെങ്കിൽ, ക്രിസ്തുവിനെ മറന്ന് ഉറപ്പിച്ച നിങ്ങൾ വസിക്കുന്ന ആത്മാവിനെ കൊണ്ട് മസ്തിഷ്കങ്ങളെ ബലഹീന കണ്ണൊക്കെ പരിടുന്നുണ്ട്. ആ തുമ്പിയേയും കൊണ്ട് കല്ലടിപ്പിക്കല്ലേ, കളി വേറെയാ. ഇത്തിരി ഇവിടെ ഭാഷമാർ പറഞ്ഞതാണ്, ഏറ്റവും കൂടുതൽ വിശ്വാസം പറഞ്ഞത്. പക്ഷെ ഞാൻ ചിന്തിക്കുന്നു 3 മണിക്കൂർ പത്രം വായിക്കും. അതിനെ എനിക്കൊന്നും അറിയാം. ഒടുവിൽ വിശ്വസിക്കുന്നതിന് വേണ്ടി ഈ ശക്തി വ്യാപരിച്ചുകൊണ്ടിരുന്നു. പരമൃദയത്തെ ശ്രമിച്ചാൽ കാരണം ജീവൻ നമ്മുടെ ഉള്ളിലുണ്ടെന്നൊരു വെളിപ്പാട് അതിനകത്ത് വന്നാൽ ഇത് ഞാനൊരു വെളിപ്പാടിലാണ് നിൽക്കുന്നത്. കാരണം എനിക്ക് എൻ്റെ കർത്താവിലേക്ക് ബലഹീനമാണ് ശരീരത്തിൽ. പക്ഷെ ഞാനിവിടെ നിൽക്കുമ്പോൾ എന്നെ നിശക്തിപ്പെടുക. രാവിലെ ഒരു മെസ്സേജ് കഴിഞ്ഞിട്ട് വരും, ഒരു കോടിക്ക് കഴിക്കേണ്ടവ നിൽക്കരുത്. എന്നൊക്കെ മനസ്സിലായോ? 9 പോയി 10 പോയി കരങ്ങൾ ഉയർ ദൈവത്തെ ശ്രമിച്ചാൽ കരങ്ങൾ വിശുദ്ധ ദൈവത്തെ ശ്രമിച്ചു. അപ്പം ഈ ഒരു ടേസ്റ്റ് ചെയ്യുക. ലോകം ടേസ്റ്റ് ചെയ്യണം. ഞാൻ ഒരു തോന്നുന്നുണ്ട്, സന്തോഷമുണ്ട്. നിങ്ങൾക്ക് അടുത്ത ആഴ്ച വരുമോ? അടുത്ത മാസം നിങ്ങൾ വരുമോ? അതായത് വർഷങ്ങൾ വരുന്നുണ്ട്. ഞാനൊരു കാര്യം ചോട്ടെ, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാവെന്ന് പറഞ്ഞതിനെ കർത്താവ് പറ. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്. ഉപ്പിൻ്റെ വെറുതെ ഞാൻ വൈഫിനോട് പറയും, ഇപ്പിച്ചിട്ട് പൂണിപ്പോയല്ലോ എന്ന് പറയുമ്പോൾ പിള്ളേർ പറയും, അയ്യോ ഞാനേ മറ്റേ ഇവർ 2-3 പേര് ചിലപ്പോൾ നിൽക്കുന്നുണ്ടായി, ഒരാളിട്ട് ഞാൻ അറിഞ്ഞിരുന്നു. നമ്മളെ ഗതികേട് ഇത് ഇത്രയും പോയിട്ടുണ്ട്. ഞാനേ കുറേ വാങ്ങിയാൽ തിരിച്ചുകൊണ്ടിട്ടു. അപ്പോൾ ഉപ്പിന് എന്തോ ഉണ്ട്, ഉറക്കം പോരാ, ടേസ്റ്റോ. നിന്നെ വിളിച്ചേക്കുന്ന എന്തോ മറ്റോടൊക്കെ ടേസ്റ്റാകാൻ പ്രിസർവ് ചെയ്യുന്നു. അച്ചാറിനകത്തൊക്കെ ഉപ്പിട്ട് കൂടുതൽ വെച്ചാൽ എന്തോ അതങ്ങനെയുള്ള പ്രഷർ പറയുന്നു, അത് കൂടുതൽ കഴിക്കരുത് പറയും. സൂക്ഷിക്കുന്ന, രുചി കൊടുക്കുന്ന, ഗുണം കൊടുക്കുന്ന യേശു അതാ പറഞ്ഞത്. നിങ്ങൾ വീട്ടുകാർക്ക് പ്രയോജനമുണ്ടോ, നാട്ടുകാർക്ക് പ്രയോജനമുണ്ടോ? വരണം. ദൈവത്തെ സ്തുതിച്ച് ഒരു ചിത്രകാരനായിട്ട് നോക്കി അപ്പൻ്റെ സ്റ്റുഡിയോയിലിരിക്കേണ്ട ആളാണ് ഞാൻ. അപ്പൻ്റെ കാലശേഷം ഇന്ന് ഞാനിതിന് ഇറങ്ങിയപ്പോൾ എത്ര പേർക്ക് വിളിച്ച കൊടുക്കും, എത്ര പേർക്ക് ഞാനൊരു ഉപ്പായി. ഒരു ആമീൻ പറഞ്ഞേ. യേശു പറഞ്ഞു, നിങ്ങൾ വെളിച്ചമാണ്. മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിക്കാൻ പാടില്ല. വിളക്ക് കത്തിച്ച് പറയും കീഴ്തല്ല വെക്കേണ്ടി. എവിടെ വെക്കണ്ടേ? തണ്ടിന്മീതെ. അത് വീടിനുള്ളവർക്കെല്ലാം പ്രകാശമാവും. നിങ്ങളുടെ നല്ല നല്ല പ്രവൃത്തികളെ കണ്ട്. ഇവിടെ കലവറയിൽ ആരാ എന്തോന്ന് അറിയത്തില്ല. ഇതിൽ ലീഡ് ചെയ്യുന്ന മാസ്റ്റർ ഓഫ് ദ ഫീസ്റ്റ് അയാൾ ആ വീഞ്ഞെടുത്ത് നാക്ക് ശകലം ടേസ്റ്റ് ചെയ്തിട്ട് അയാൾ പറയുമോ, എടോ ഇതെന്തോ രാമ്യം പറയുന്നത്. ഒരു ബേൾഡിൻ്റെ കഷ്ടമുണ്ട് അവിടെ. ബേൾഡിൻ്റെ കഷ്ടമെന്തോ എല്ലാ ആഴ്ചയും ആളെ വലിയ സന്തോഷമായി. ഇവിടോട്ട് എൻ്റെ ഹൃദയം തണുക്കുന്ന രീതിയിൽ എന്തോ. പക്ഷേ ഞാൻ അങ്ങനെ തോന്നുന്നതല്ല, ഇത് സന്തോഷമുണ്ടോ? ഈ വചനം ഹൃദയം കൊണ്ട് സ്വീകരിക്കുകയും ഒന്നിങ്ങനെ സൗകര്യമായിട്ട് ഉണ്ട്. അങ്ങനെയുള്ളൂ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കൃഷ്ണന്മാർക്കിട്ട് പൊതുവെ ഇച്ചിരി കുറവാകുന്നുണ്ട്. ധാരാളമുണ്ട്. ഞാൻ സതി ദൈവത്തെ സുരേഷ് ഒരാളുണ്ടത് വചന സത്യവും ഇവിടെ ഇത് ടേസ്റ്റ് ചെയ്തിട്ട് മണവോളത്തെ വിളിക്കുക. എടാ ഞങ്ങളുടെ ഒരു സിസ്റ്റം ഇതിനെ പറഞ്ഞേ, ഞങ്ങളുടെ വേർഡിൻ്റെ ഒരു സിസ്റ്റം എന്താണെന്നറിയാമോ? ഒരാമേ പറഞ്ഞേ, ഞങ്ങളുടെ സിസ്റ്റം ആദ്യം ലഹരിയുള്ളത് കൊടുക്കും. ആദ്യം ലഹരിയുള്ളത് രാമയും പറഞ്ഞു. ഞങ്ങളുടെ സിസ്റ്റം എന്തോ എടാ ലോകത്തിൻ്റെ സിസ്റ്റം എന്താണെന്നറിയാം. ഇവിടുത്തേക്ക് ദൈവത്തെ അനുസരിച്ച് നീ എവിടെ ചെന്നാലും പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ നടക്കും. പിന്നെ അങ്ങനെ ഉണ്ട്. വീണ് നമസ്കരിച്ചാൽ പറ, അയ്യോ ഈ കത്തുക ആവശ്യമില്ല. യേശുവോട് പറഞ്ഞെന്തോ അവരെ, നീ ജസ്റ്റ് എൻ്റെ മുമ്പിൽ നിന്ന് വീണാൽ മതി. മഹത്വം കണ്ടോ? ആദവിലൂടെ കിട്ടിയതാ. ഇത് മുഴുവൻ തരാം. അങ്ങനെ ഉണ്ട്. അതാ മനുഷ്യ ഇപ്പോൾ ഒത്തിരി പരിപാടികളൊക്കെ ഉണ്ട്. ഒന്നും ചെയ്യണ്ട. നമ്മൾ ലൂസിപ്പോഴൊക്കെ നമ്മൾ ഓർക്കുന്നോ ഒത്തിരി നമ്മൾ പരിപാടികളൊക്കെ ഉണ്ട്. എല്ലാം തരും. വീട് നമസ്കരിച്ചാൽ മതി. യു മഹത്വൻ്റെ മുമ്പിൽ വീഴാണ് വാസം എന്തോ പറയുന്നത്. പറയാം, വീഴണ്ട, അഡ്ജസ്റ്റ് ചെയ്താൽ മതി. 2 കാല് 2 വെച്ചാൽ
ഇവിടെ വരുമ്പോൾ ഞായറാഴ്ച വരും പള്ളി, മറ്റേ ഞായർ മുതൽ നിങ്ങൾ വരെ വേറെ ലോകത്ത് മതി. ശ്രദ്ധിച്ച് പണ്ട് ചെറുപ്പകാലങ്ങളിൽ ഈ വീടുകളിൽ വരും. ക്രിസ്ത്യാനിയുടെ വീട്ടിൽ വരുമ്പോൾ കന്യാമറിയാൻ്റെ പാടാം, ഹിന്ദുവിൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ തിരിച്ച് പടത്തിൻ്റെ മറുസൈഡ് കുഞ്ഞ് ഹൃദയങ്ങളെ അറിയുന്നത് ചെയ്യും. കർത്താവിനെ ശ്രദ്ധിച്ചാട്ടെ, ലോകത്തിൻ്റെ വ്യവസ്ഥയിലല്ല നീ, ലോകത്തിൻ്റെ വ്യവസ്ഥയല്ല പെട്ടെന്ന് ദൈവരാജ്യത്തിൻ്റെ വ്യവസ്ഥ എന്താണെന്നറിയോ? First seek kingdom of God and his righteousness, all these things shall be added. ദൈവരാജ്യത്തിൻ്റെ വ്യവസ്ഥ ദൈവത്തെ ഒന്ന് ശ്രദ്ധിച്ചേ. ബ്രാഹ്മണർക്ക് പറഞ്ഞേ, മുൻപേ രാജ്യവും നീതി അന്വേഷിച്ചാൽ ഇതെല്ലാം ദൈവം തരും. എടാ, ദൈവത്തിന് വേണ്ടി നീ അവൻ്റെ രാജ്യത്തിന് വേണ്ടി നിന്നാൽ നിന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലയോ, ഞാൻ നിങ്ങളോട് ഒരു ചോദിച്ചില്ലയോ, 12 ടൂസൈഡ് നടത്തി. ഈ 12 കഴിഞ്ഞ് അവസാനം ഈ കുഞ്ഞുങ്ങൾക്ക് ഗൂഗിൾ പേ ചെയ്ത് കഴിയുമ്പോൾ ഒരു 100 രൂപ എൻ്റെ അക്കൗണ്ടിൽ കാണത്തില്ല. ഒരു വ്യക്തി കവർ കൊണ്ടുവന്ന് ഞാൻ കണ്ടില്ല. ഇത് കഴിഞ്ഞ പാസ്റ്റർ ഏത് ശുശ്രൂഷിക്കുന്ന ദിവസമാണ്. പക്ഷേ ഈ ജാനുവരി ഒരു ദൈവം എന്നെ മാനിക്കാൻ തുടങ്ങി. അതിനുള്ള എല്ലാം പ്രതിഫലം ദൈവം എനിക്ക് തന്നോ. ഇപ്പം എന്നെ ദൈവം ഓർപ്പിക്കും. എടാ, നീ രഹസ്യത്തിൽ കരയുന്നത്, നീ രഹസ്യത്തിൽ കർത്താവിന് വേണ്ടി ചെയ്യുന്ന രഹസ്യത്തിൽ കർത്താവുമായിട്ട് നോക്കി തൊണ്ട കീറി വന്ന് ഇവിടെ വരുമ്പോഴല്ലോ വെള്ളത്തിൽ വീണ പോലെ ഉടുപ്പ് വന്ന് ഊരിയിടും. നേരത്തെ പോയിച്ച് ആരുമില്ല അപ്രീഷിയേറ്റ് ചെയ്യാൻ, ആരും തരാനില്ല ഒരു ഡൊണേറ്റ് ചെയ്യാൻ. ദൈവത്തെ സ്തുതിച്ച് ഇല്ലാതെ നമ്മളെല്ലാം പ്രവർത്തിക്കുന്നത്. കാരണം അല്ലാതെ ഇതും തകർത്ത് പ്രസംഗിക്കുന്ന ദിവസന്മാർക്ക് ഇത് കഴിയുമ്പോൾ ഒരു മാന്യതയൊക്കെ. പക്ഷെ ദൈവം രഹസ്യത്തിന് ചെയ്ത പ്രതിഫലം ഒന്നും നോക്കാൻ നീ ചെയ്ത കപ്പാലുടി അധ്വാനിച്ച കർത്താവ് പറഞ്ഞു, ഒരുവൻ എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ തിരിച്ച് തൻ്റെ തൻ്റെ ക്രൂശ് എടുത്തു. നിന്റെ ക്രൂശ് അനുദിനം നീ അനുഭവിക്കുന്ന വേദനകൾ, അനുദിനം നീ അനുഭവിക്കുന്ന കണ്ണുനീരുകൾ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നീ കൊണ്ടുവരണം. എന്നിട്ട് പറയണം, കർത്താവ് നീ എന്നെ സഹായിക്കണം. ദൈവത്തെ ശ്രമിച്ച് ഓക്കെ. ഇദ്ദേഹം ടേസ്റ്റ് ചെയ്തിട്ട് മണവാളനെ വിളിക്കുക. എല്ലാവരും ആദ്യം എന്താ കൊടുക്കുന്നേ? ശ്രദ്ധിച്ചോണേ, വീര്യമുള്ളതാ. പിന്നെ രാമ്യം പറഞ്ഞേ, കർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന ദൈവപൈതലേ, ദൈവം നിന്നെ ഉയർത്തിയിരിക്കും. ദൈവം അവസ്ഥകളെ മാറ്റിയിരിക്കും. ഞാൻ ചോദിച്ചത്, ലോകത്തിൽ ഏതെങ്കിലും ഒരു തിയറിയോ ഇനി നോക്കിയോ നിങ്ങളത് ഇങ്ങനൊരു വചനം കിടപ്പുണ്ടോ? പിതാവിനെ വൃത്തമാക്കും. പറയോ, പിതാവ് നമുക്കറിയാം കടപ്പെട്ട് താഴ്ന്നിരിക്കുന്ന ആളോട് നമ്മളിത് പറയുകയാണെങ്കിൽ അവരെ ദുഃഖത്തിൽ നിന്ന് മാറും. വൃത്തമുണ്ടോ? ദിവസവും ഇരുവാൻ്റെ കൂടാരെങ്കിൽ ജീവിതത്തിൻ്റെ ഉല്ലാസത്തിൻ്റെ ഘോഷമാണ്.